ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് അട്ടിമറി വിജയം നടന്നിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനും ഇംഗ്ലണ്ടുമാണെന്ന് നേർക്കുനേർ വന്നത്. വാശിയേറിയ മത്സരമായിരുന്നു ഇന്നത്തേത്. അവസാന നിമിഷം വരെ ആരും ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ചോറൂട്ട് മാക്സിമം പിടിച്ചു നിന്നു. ഒടുവിൽ അഫ്ഗാനിസ്ഥാൻ കളി ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അഫ്ഗാനിസ്ഥാൻ ഇന്ന് മികച്ച കളിയാണ് പുറത്തെടുത്തത്. ശരിക്കും ഇതൊരു അട്ടിമറി വിജയമെന്ന് പറയാൻ സാധിക്കില്ല. ഇംഗ്ലണ്ടിനേക്കാൾ മികച്ച പ്രകടനം അഫ്ഗാൻ തന്നെയാണ് കാഴ്ചവെച്ചത്. അഫ്ഗാൻ ഇപ്പോൾ മെയിൻ ടീമിനെ പോലെയാണ് കളിക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ സൂപ്പർ താരം ഇബ്രാഹിം സദ്രാൻ 170 റൺസാണ് ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടിയത്. ഇംഗ്ലണ്ട് ശരിക്കും നാണം കെട്ടു. ഇതുപോലത്തെ ഒരു ബാറ്റിംഗ് അഫ്ഗാൻ താരം പുറത്തെടുക്കുമെന്ന് ആരും കരുതിയില്ല. അങ്ങനെ ഇന്ന് അഫ്ഗാനിസ്ഥാൻ 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 325 റൺസാണ് അടിച്ചുകൂട്ടിയത്. പിന്നീട് ഇംഗ്ലണ്ട് സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. ഇംഗ്ലണ്ടിന്റെ തുടക്കം തന്നെ വിക്കറ്റ് പോകുന്നുണ്ടായിരുന്നു. 98 റൺസിൽ 3 വിക്കറ്റ് ഇംഗ്ലണ്ടിന്റെ നഷ്ടപ്പെട്ടു. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ ജോ റൂട്ട് ഒരുക്കമല്ലായിരുന്നു. റൂട്ട് ഇംഗ്ലണ്ടിനെ മുന്നിൽ നയിച്ചു. റൂട്ട് ഇന്ന് സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം വരെ റൂട്ട് പിടിച്ചു നിന്നു. ജോ റൂട്ട് ഉണ്ടെങ്കിൽ ഇന്ന് ഇംഗ്ലണ്ട് കളി ജയിക്കുമായിരുന്നു. എന്നാൽ അവസാന നിമിഷം ജോ റൂട്ട് ഔട്ടായി മടങ്ങി. പിന്നീട് ആർച്ചറാണ് ക്രീസിലെത്തിയത്. എന്തായാലും ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. ഇംഗ്ലണ്ട് ആരാധകർ ഒരു നെഞ്ചിടിപ്പോടെയാണ് ഇന്നത്തെ മാച്ച് നോക്കിക്കണ്ടത്. അവസാനം ഇംഗ്ലണ്ട് പരാജയം അടിയറ വെച്ചു. ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് അഫ്ഗാനിസ്ഥാന്റെ സൂപ്പർ താരം ഇബ്രാഹിമിന്റെ ബാറ്റിംഗ് ആണ്. ഒറ്റയ്ക്ക് നിന്നാണ് 170 റൺസ് അടിച്ചുകൂട്ടിയത്. അദ്ദേഹമില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് അഫ്ഗാനിസ്ഥാൻ കളി തോറ്റേനെ. വേൾഡ് ക്രിക്കറ്റിലെ നമ്പർ 1 ടീമാണ് ഇംഗ്ലണ്ട്. അവരെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ തോൽപ്പിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും അട്ടിമറി വിജയമെന്ന് പറയാൻ സാധിക്കില്ല. അഫ്ഗാനിസ്ഥാൻ കളിച്ചു നേടിയ വിജയം തന്നെയാണ്. ഈ ഒരു അഫ്ഗാനിസ്ഥാൻ ടീമിനെ എല്ലാ ടീമുകളും വായിക്കേണ്ടിയിരിക്കുന്നു. അതുപോലത്തെ പ്രകടനമാണ് അവർ ഇന്ന് പുറത്തെടുത്തത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.